ഹായ്. ഇന്ന് രാവിലെ തന്നെ ലീവാണ് മക്കളെ. നോമ്പായതുകൊണ്ട് ഇനി നോമ്പ് ഒരു 10 ആയിട്ട് പണിക്ക് ഇറങ്ങുള്ളൂ. അതുവരെ റെസ്റ്റാണ്. എൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെ കൈ കൊണ്ട് രാത്രി ഉറങ്ങിയപ്പോൾ മാന്തിയതാ. ഭയങ്കര വേദന, എന്താ പറ്റിയറിയില്ല. ഞാനിപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കുമായിരുന്നു. അവിടെ ഒരു കൈ കൊണ്ട് എന്തോ ഉറക്കത്തിൽ മാന്തി കൊടുത്താ. ഭയങ്കര വേദന അവിടെ. അച്ചോക്ക് എന്താ പരിപാടി നോക്കട്ടെ. അച്ചക്ക് ചായ ഒക്കെ കൊടുത്തു. അച്ചോല് ചായ വെച്ചാ അമ്മേ എൻ്റെ അരി തിളച്ചിന് തിളച്ചിന്. അച്ചോല് എന്താ പണി? കളയല്ലേ, ചായ കളയല്ലേ. അച്ചക്ക് പത്തിരി വെന്നി ഒക്കെ ഉണ്ട്. നോക്കിട്ടെ. ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ. കുറ്റി കുറ്റി എന്താ ചായ കുച്ചാ? എന്താ പണി പറഞ്ഞ? എന്താ പണി? കുറ്റി ചായ കുച്ചാന്ന് തന്നെ. കുറെ ദിവസമായില്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സുഖല്ലായിരുന്നു, എല്ലാവർക്കും സൂക്കട. ഒരു തലക്കന്ന് ഇങ്ങനെ സൂക്കട ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു തലക്കിൽ പോയി നിൽക്കണം. നിന്നിട്ടില്ല. അവിടുന്ന് കുറെ കേൾക്കണല്ലോ. എന്താ നമ്മളെ കാന്താരി ഇറങ്ങീന്. കാന്താരി ഒക്കെ ഫുഡുത്തം വിട്ടിന്. ക്ഷീണക്കി ഇനി മാറിയിട്ടില്ല. വർത്താനം പറയുമ്പോ അധികം കറി ഉണ്ടാക്കട്ടെ. എന്താ സ്പെഷ്യൽ? ഇന്നൊന്നുമില്ല. നിങ്ങൾ പോവല്ലേ ഡോക്ടറെ അടുത്തേക്ക്? അപ്പൊ ഞാൻ വെള്ളരിക്കോട്ട് കറി ഉണ്ടാക്കാം. മറ്റേ അത് ബീൻസ് ഉപ്പേരി. മീൻ ഇല്ല ഇന്ന്. വൈകുന്നേരം നമുക്ക് വേറെ എന്തെങ്കിലും. മീൻ വാങ്ങണോ? അത് വേണ്ട. നിങ്ങൾ പിന്നെ പോയാൽ പിന്നെ അവിടെ കിടക്കുക, ആരും തിന്നൂല. വെറുതെ എന്തിനാ ഇവിടെ ഞാക്കിയപ്പോ തിന്നലൊക്കെ മുട്ടി. നിങ്ങളൊക്കെ പറഞ്ഞിക്കാതായാലും ഒന്നും വേണ്ട. അതിന്റെയൊക്കെ ചേലുവെക്കി എന്റെ ഗ്ലാമറും പോയി, എല്ലാം പോയി. എന്റെ ആരാധകര് പറയും എന്ത് പറ്റി എന്റെ കാന്താരിക്ക് എന്തേ അന്ന് കണ്ട ഞാനും ഇന്ന് കണ്ട ഞാനും പോലെ എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അന്ന് ഇന്ന് ഒരുപോലെ തന്നെ കുറച്ച് കളറ് മങ്ങിന്നുള്ളൂ. അതാ പറഞ്ഞത് ആൾക്കാർക്ക് എന്താ പറ്റിയത് ഈ കാന്താരിക്ക്. വർത്താനം അത് ശരിയാ, വയ്യാത്തോണ്ട് വീഡിയോ ഒന്നും എടുക്കല്ല. എല്ലാവർക്കും ഈ ചുമ ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഞാൻ പണിയൊക്കെ സ്ട്രോ ഇട്ടിട്ട് ചാവല് ഒച്ചുണ്ടാക്കാൻ വേണ്ട. ഞങ്ങളെ കുറച്ച് ദിവസമായി അതിന് പോയിട്ട് വിളിച്ചിട്ടില്ല. പിന്നെ ഓല അവിടെ നിന്ന് ഇങ്ങോട്ടോ പല്ലിന് കൊഴപ്പൊന്നുമില്ല, പക്ഷെ പല്ല് പറയാത്തോണ്ടുള്ള പ്രശ്നമായിരുന്നു. അച്ചോക്കെന്താ ഓളെ പല്ല് നോക്കിക്കളി. പല്ല് നോക്കട്ടെ. ആട്ടിയാ ചേച്ചീനെ നോക്കി അപ്പോൾ നോക്കണം. ഓ ചേച്ചീനെ പല്ല് നോക്കി. എന്തോ പറഞ്ഞു പോണ്ട്. ചേച്ചീന്റെ പല്ല് വെക്കുമ്പോ അപ്പ പോക്കും നോക്കണം. ഞങ്ങൾ അതിനായിട്ട് നിൽക്കും ചെയ്യും. മറ്റോള് അതിനായിട്ട് ഇങ്ങനെ വരും. ഞങ്ങൾ അപ്പത്ത് വരൂലേ പല്ല് നോക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നം. അയ്യോ വയ്യ പോരാ. അത് ഇളകാൻ നിക്കൂല. ഊപ്പാട് ഇളകുക മനുഷ്യന്റെ. വെള്ളരിക്ക എന്താ അമ്മന്റെ പൊന്നിക്ക് വേണ്ടത്? തൊട്ടിലി എടുത്തു കൊടുക്കാനേ, അതിലാടാനേ. ആ തൊട്ടി കിട്ടിയാ മതി, പിന്നെ വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടി പറഞ്ഞാല് മോള് എഴുന്നേറ്റാല് ക്യാമ്പ് സിറ്റിയിൽ പോകണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോല്. ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മറ്റേ കുറുക്കൻകുട്ടി ഇരിക്കും പോലെ ഇരിക്കുകയാണ്. കാരണം 10 ദിവസമായി എന്തായാലും ലീവാണ്. അപ്പം ഇങ്ങനെ അനങ്ങാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓല് വിളിച്ചിട്ടുണ്ട്. ഇനി ക്ലിപ്പ് ഇടാൻ ചിലപ്പോൾ ഇടാൻ സാധ്യത ഉണ്ട്. അളവൊക്കെ എടുത്ത് വെച്ചാ. അപ്പം ഇനി പോയി നോക്കട്ടെ. ക്ലിപ്പ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2000 എന്തായാലും ആവും, കൊടുക്കേണ്ടി വരും. അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാ. ആ ചായ മുഴുവൻ എടുത്തു. എറ്റാ കുഞ്ഞിയ പണി?
ഓ അങ്ങോട്ട് ബെല്ലപ്പം മുക്കി തിന്നെ. എന്താ പണി? ബെല്ലപ്പം എന്തൊക്കെയോ പറയുന്നു. ബെല്ലപ്പം ഒട്ടി പിടിച്ചീന്. ഓടിയില്ലേ? എനിക്ക് മനസ്സിലാവില്ല ഇതിന്റെ ഭാഷ. ഇന്നോട് എല്ലാവരും ചോദിക്കും എന്താണ് പറയുന്നത്, അടക്കേ തിരിയോളൂ പറയുന്നോട്. കുറ്റിക്ക് ഒരു കുറ്റിയാണ്. അത് മിഞ്ഞാന്ന് ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പോയപ്പോഴേ എന്തോ ഞങ്ങളിങ്ങനെ ചോറൂണിന്റെ ഒക്കെ വർത്താനം ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞതാ. അപ്പൊ ഇവക്ക് തിരുമണിക്കരന്നാണ് ചോറ് കൊടുത്തു തരുന്നില്ലേ. അപ്പൊ അത് കൃഷ്ണന്റെ കുട്ടിയാണ്, കണ്ണന്റെ കുട്ടിയാണ്. കൃഷ്ണന്റെ കുറ്റി അല്ല, ഇത് കുറ്റിയാണ്. ആ ചേച്ചി ഒരു കുറ്റി, കുറ്റിക്ക് കുറ്റിക്ക് കുട്ടിയുടെ പല്ല് നോക്കാനേ എനിക്ക് വയ്യേ. അത് കടിക്കണേ, പല്ലിട്ട് കൊടുക്ക്, പല്ലിട്ട് കൊടുക്ക്. നല്ല പല്ല, സുന്ദരി പല്ല. എന്നോട് അത് രാവിലെ നീക്കാണ്ടേ കുട്ടിക്ക് വയ്യ, കുട്ടിക്ക് വയ്യ. അങ്ങനെ എന്ത് ക്ഷീണം എന്തെങ്കിലും ഉണ്ടായിട്ടാണ് അവൻ പറയുന്ന അറിയില്ല. അല്ല അങ്ങനെ ഉണ്ടാവും. വയ്യ, കുട്ടിക്ക് വയ്യാറ്. എന്താ ചോദിച്ചാ പറയുന്നത്, കുട്ടിക്ക് വയ്യാറ് അങ്ങനെ പറയാ. അത് ചെലപ്പോ എന്താണ് പറയല്ലോ, സുഖല്ല വയ്യാന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് കേട്ട് 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 കുട്ടിക്ക് വയ്യ, കുട്ടി പഠിക്കുന്നതാണ്, വേറൊന്നല്ല. ആർക്കും വയ്യ. ഒന്നാമത് ഈ ക്ഷീണം, വെയിലില്ലേ, കാലാവസ്ഥേൻ്റെതാണ് പ്രശ്നം. ഒരുവിധ ആൾക്കാർക്കും പൂരം കാണാൻ പോട്ടെ നമുക്ക് ഇന്നലെ ഏതായാലും കൊണ്ടുവരും. ഇന്ന് നമുക്ക് എന്തായാലും പോണം. അച്ഛമ്മൾക്ക് ഇഷ്ടമാണ് അതൊക്കെ. ഇന്ന് പോണം നമുക്ക്. അമ്മേ ഭൂതം, ഭൂതം പോണ്ട്, ഭൂതം പോയി. ഇന്ന് സ്കൂളിൽ പോയി ലീവായില്ലേ? സ്കൂളിൽ പോയില്ല, ട്യൂഷനും പോയിട്ടില്ലെന്നേ. രണ്ടും ലീവ് അല്ലേ? രണ്ടും ലീവ്. അച്ചോളം മുടിയൊക്കെ ചേച്ചി ചീകി കൊടുക്കുക. കഞ്ഞിവെള്ളം വേണം കുടിക്കാന്? കഞ്ഞിവെള്ളം അല്ല, ചോറാണ് വേണ്ടത്. ഞങ്ങക്ക് പോവാൻ നേരായി. ഇജ്ജ് വേഗം നോക്കിയാ, സ്പീഡാക്കിയാ. മാറ്റാനടി, കുട്ടിക്ക് മാറ്റി കൊടുക്കാൻ. ചോറ പെട്ടെന്ന് കാണുമ്പോ ചേച്ചി ഞങ്ങക്ക് പോകാൻ നേരമുണ്ട്. ഇതൊക്കെ പാണ്ടി ഇവിടെ പറയണ്ടോ? പാത്രം കഴുകിട്ട് കൂട്ടാൻ കൂട്ടിട്ട് വെക്കാൻ കഴുകാന്. അനക്ക് വയ്യാത്ത ഞങ്ങളെത്താ കാട്ടണ്ടേ? ഡോക്ടറെ അടുത്ത് പോകണം, വൈകുന്നേരം പോവാന്നും കൂടെ. ഞാനൊരു ഡോക്ടറായിരുന്നു കണ്ടല്ലോ, എന്നെ സൂചി വെച്ച് ശരിയാക്കിയാനെ. അറിയണ എല്ലാരും ചോദിക്കും, ആശുപത്രി പോയാൽ ഇഞ്ചക്ഷൻ വെച്ച് ചോദിക്കുന്നോട്. അത്രയും പേടിയാണത്. ബ്ലഡ് എടുക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വളരെ പേടിയാ. അതിൻ്റെയൊക്കെ ഒക്കെ അറിയാം എന്നെ. ചാപ്പാട് വളമ്പേ ഞങ്ങക്ക് പോകണം. ഞങ്ങളെ പോകാനുള്ള പരിപാടിയില്ല, തിരക്ക് പിടിച്ച് നിൽക്കുക. കാരണം ഞങ്ങളെ മുക്കത്ത് എത്തണം. ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഒരു നേരമാവും. അതാണ് ഇവിടുന്ന് സ്പീഡിൽ പോകണം. ബൈക്കിനല്ല പോകണം, ബസ്സിനായിട്ട്. ബൈക്ക് ഓടിക്കാൻ വയ്യ, കാരണം വെയിലും കൂടെ ആയിട്ടേ അവിടുത്തെ വരെ വെയിൽ കൊള്ളേണ്ടി വരും. പറ. ഓളെ പൊന്തലിന് ഇനി ഓരോന്ന് വാങ്ങി കൊടുക്കാൻ നിൽക്കണ്ട. പപ്പട് വാങ്ങി തരില്ല. ഇവിടെ എല്ലാം വളവാ. തിരിച്ചപ്പോ ഒന്നും കിട്ടൂല. എന്നിട്ട് അതിനിപ്പോ പോകുമ്പോഴേ, നിങ്ങളിപ്പോ പോകുമ്പോഴേ നല്ല വളവാ. 10 രൂപേന്റെ ഫ്രൂട്ടി വാങ്ങി കൊടുക്കും ഞാൻ. അല്ലാതെ വാങ്ങി കൊടുക്കണേ. ഒന്നും വാങ്ങി കൊടുക്കണ്ട, പൈസ വാക്കണ്ട. അച്ചോക്ക് എന്താ വേണ്ടേ? അമ്മേനോടാണല്ലോ എല്ലാം പറയല്, പപ്പനോട് പറയില്ലല്ലോ. ആര്? ഓക്കെ, ആ അമ്മേനോട് ചോദിച്ചിട്ടുണ്ട്. അമ്മ മടി കാട്ടും. ഞാനാകുമ്പോൾ ഒത്തു നോക്കുക, വാങ്ങിയിട്ട് കൊടുക്കും. വാങ്ങി കൊടുക്കാൻ എൻ്റെ പൈസ അല്ലാതെ ഉള്ളു. വാങ്ങി കൊടുക്കാൻ എനിക്ക് നല്ല ആവേശമാണ്. എടി വിളമ്പി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കളിക്കല്ലേ. വെയിലും ഒക്കെ പെരും വെയിലായി. എത്താച്ചോള ചേട്ടരുന്ന അവിടെ നിന്ന് അച്ചോള അവിടെ ഇരുന്ന ചേച്ചി എടുക്കും. അവിടെ ഇരുന്നാ കുട്ടി, അവിടെ ഇരുന്നാ. ഇജ്ജ് നീളം കുറഞ്ഞതിന് പോളത്തട്ടാണ്. എല്ലാരും ചോദിക്കും ഓളെ ചേച്ചിയാണോ ചോദിക്കും, ഓളെ അനിയത്തിയാണോ ചോദിക്കും. അസൂയ കേട്ടേടല്ലേ ഇവിടെ ഒരുങ്ങിയിട്ട് അടിക്കടി മഴയത്ത് വെയിലത്തേക്ക് മുടിയത്താടുന്ന സ്പ്രിങ്ങാ അച്ചോള് സ്പ്രിങ്ങാ. വെയിലത്ത് ഞാൻ മണ്ണെടുത്തിട്ട് മുഴുവൻ തലേക്കാണ് വരിടുക, പൊടി മണ്ണ്. അതാണ് നല്ല കുട്ടി. അങ്ങനെ
ചുമ മാറുന്നില്ലേ? ചെരുപ്പ് പൊട്ടിയത് ചെരുപ്പ് പൊട്ടി. അതൊക്കെ നിലത്ത് അപ്പി ഉണ്ടായില്. ഞങ്ങളെപ്പോഴടി എത്തല്ലേ? 1 മണിയാകുമ്പോ എത്താനാ പറഞ്ഞത്. 1 മണിക്കോ? 11 എത്രയായി സമയം? ചോറുന്നോളി നിങ്ങള്. ഞങ്ങൾ ചോറ് കഴിച്ചു. ഇപ്പൊ തന്നെ 10:30 കഴിഞ്ഞു മോളെ. ഞങ്ങളവിടെ മാക്സി ആവണേ. മുക്കത്തുണ്ടോ നോക്കട്ടെ. എൻ്റെ ഉണ്ടെങ്കിൽ വാങ്ങട്ടോ. അങ്ങാടിന്ന് വാങ്ങാം. അങ്ങാടിന്ന് വാങ്ങുമ്പോ പൈസ കയറുവേ. ഒന്നാമത് ഈ അച്ചുമോള് ഇങ്ങോട്ട് വലിച്ചിട്ടേ അച്ഛോ എല്ലാത്തിന്റെ സീപ്പാണ്. മൂക്കില് മൂക്കപ്പിയൊക്കെ വരുന്നുണ്ട്. തീരെ വയ്യ. ജലദോഷം പിടിച്ചേക്ക് മുഖമായത് നോക്കിയാണ് മൂക്കുന്ന് വലിച്ചിട്ട്. മുസിനൊന്ന് പോകുമ്പോ കാട്ടാം നമുക്ക്. അതിന് മരുന്ന് കുടിക്കാതെ എന്തിനാ അതിനെ കൊണ്ടുപോയിട്ട്? ഞാൻ അതാ കൊണ്ടുപോകാത്തേ. അടിച്ചു പൊടിപ്പിക്കാം. ഒന്നും ഇട്ടിട്ടില്ലേ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓള് ചോറ് കഴിക്കാനുള്ള പരിപാടി. വാലാക്കിയ കെട്ടണേ. ഓക്കെ, എന്ന് ഇതന്നെ കെട്ടിയാൽ മതി അറിയണ്ടേ. എന്തെല്ലാം മോഡല് കെട്ടും കുട്ടികളെ ഓരോന്ന്. പിന്നാരിയേ ഇവിടെ വന്നാ ജി. ഇവിടെ വാ. അച്ഛമ്മ ഇവിടെ വരൂ. മുടിയുണ്ട് ഇങ്ങനെ. വെയിലും കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. രാത്രി നോക്കിയാ നടക്കണ നോക്കിയാ. ഓയ് പൂച്ച പോയോ? കുട്ടീൻ്റെ പൂച്ച പോയോ? കുട്ടിക്ക് പല്ലിന് കാട്ടണമെന്നാണ് അവിടെ കൊണ്ടുകൊണ്ട് വന്നപ്പോ. കുട്ടീൻ്റെ പല്ലവിടെ നോക്കട്ടെ. ആ കാട്ടാട്ടോ. ഓയൽ. ആ ഓയിൽ മേടിക്കാം. ചോറ് വിളമ്പിന്. ഈ വറവിട്ടാൽ മോര് കറിയാണ് മക്കളെ. മോര് കറി. മോര് കറി കഴിച്ചാൽ ഉലുവയും കടുകൊക്കെ വൈകുന്നേരം പോയിക്കൂടെ? ഞാൻ പറഞ്ഞല്ലോ പോകാൻ. നീ പോകാം. എൻ്റെ ഫോണ് ചാർജ് ആയിനാ പോലെ. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. ഇഡ്ഡലി ഉണ്ടാക്കാം. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കടുക് വറവിടാനുള്ള പരിപാടി. ഉലുവയും കടുക് ഇട്ടിട്ടാ വറവിടാൻ. മോര് കറി നല്ല ടേസ്റ്റാണ്. ഓ ആ ആയിട്ടില്ല. നമുക്ക് കുളിക്കാട്ടോ. അമ്മ കുട്ടി കുളിക്കാം. കുളിപ്പിച്ചെടുക്കാനേ ഒരു കേടുമില്ല അല്ലേ? നോക്കിയാ പച്ചപ്പൊക്കെ അതേപോലെ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതില് ഇല ചാടും. എന്നാലും കുഴപ്പമില്ല. ചോറ് കൈയിട്ടോ കുട്ടി. ആ മഞ്ഞൾ കഴിച്ചു വന്നതാ. ഈ മുളകൊക്കെ കിട്ടാൻ നേരല്ല. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ പോകാൻ നേരം. ചോറ് ഞാൻ ഇവിടെ കണ്ടേ. അതിനെ എടുക്കാൻ വന്ന. ആ ചോറ് തൊടരുത്. നമ്മളെ ഫ്രിഡ്ജാണ് കേട് വന്നത്. ഫ്രിഡ്ജ് കേടേ. കരുവേപ്പിൻ്റെ നമ്മൾ പുറത്ത് വെച്ചിരിക്കാണ്. ഈ വറവിൻ്റെ ഒരു മണം സ്മെല്ല് ഭയങ്കര രസം. നല്ല ഇഷ്ടം. ഒരു ചൂല് വാങ്ങട്ടെ ഒന്ന് വരുമ്പോ. ചൂല് മറ്റേ ചൂല് പറ്റ നാശമായിട്ടാണ്. മുളക് വറുത്തായിരുന്നു മറ്റേ മോര്. വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട. നേരല്ല തിന്നാൻ നേരല്ല. അതുകൊണ്ട് ജയ് ചോറ് എന്താണ് കുഞ്ഞാരിയ കുറച്ച് കമ്മിയാക്കി ചോറ്. ഞാൻ വേണേ വാരി എടുക്കാം. കുറച്ച് ആ അത് തിന്നാതെ നിങ്ങൾ എപ്പോ അവിടെ എത്തുക? പിന്നെ ഇവിടെ ഭക്ഷണത്തിന് നേരത്ത് ഇനിയിപ്പോ 4 മണിയൊക്കെ പോയിരിക്കും. ഇനി നോമ്പായോണ്ടേ കുട്ടി എത്ത് കിട്ടൂല്ലേ. ഹോട്ടലൊന്നും ഉണ്ടാവില്ല. ഹോട്ടലൊന്നും ഉണ്ടാവില്ല. അതാ പ്രശ്നം. നോമ്പല്ല. ഓടിയാ അതിലൊഴിച്ചാൽ മതി. ഞാൻ തിന്നു പോട്ടെ. അച്ചാറ് മോരിയറിന്റെ ഭംഗി നോക്കിയാ അടിപൊളിയാ. ചുമ കൂടിയിട്ട് ഒന്നും തിന്നാനും വയ്യ. ആ ഫ്രിഡ്ജുണ്ടെങ്കിൽ പൈക്കാൻ വെച്ചാൽ മതി. മീൻ വാങ്ങാൻ പോവാൻ നേരല്ലേ? നീ ഉറക്കലുണ്ടോ? എന്ത് വറക്കാക്കി വയ്യല്ലേ നിങ്ങൾ തിന്നു. അല്ല ഞാൻ പോയാൽ പിന്നെ ഞങ്ങളെ പോക്കൊക്കെ ഡിലേ ആവും. പപ്പടല്ല കാച്ചാലേ. കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് മോരുകറിയും ബീൻസ് ഉപ്പേരിയും അച്ചാറും മാത്രമേ ഉള്ളൂ കിട്ടണം അല്ലേ? അവങ്ങൾ തിന്നു. ഇയാൾക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു പോയിട്ട് ദിവസം കിടക്കാക്കി തീരെ വയ്യ.
അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വരും. എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ.